കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. റൂറൽ ഡിവൈഎസ്പിക്കാണ് ചുമതല. ഡോക്ടർ വന്ദന ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച KGMOയെയും IMAയും നടത്തിവന്ന സമരം അവസാനിപ്പിച്ചുവെങ്കിലും ഹൗസ് സർജന്മാരും PG ഡോക്ടർമാരും സമരം തുടരുകയാണ്. തൊഴിൽ ഇടങ്ങളിലെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതുവരെ VIP-കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അകമ്പടി ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് KGMOയെ അറിയിച്ചു. PG ഡോക്ടർമാരുടെയും ഹൗസ് സർജന്മാരുടെയും സംഘടനാ പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാനോസ് ഡേവിഡ് ചേരുന്നുണ്ട്. ഷാനോസ്, പുതിയ അന്വേഷണ സംഘം ചുമതല ഏൽക്കുകയാണ്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത്? അഭിലാഷ്, വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് റൂറൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. അതായത് ഈ ഷാനോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വന്ദനയുടെ കൊലപാതകം റൂറൽ DYSPക്ക് അന്വേഷണ ചുമതല. ഷാനോസിലേക്ക്. ഷാനോസ്, തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കേരളത്തിൽ എന്നല്ല രാജ്യത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നതായൊന്നും വിവരമില്ല. അങ്ങനെ ആരോഗ്യമേഖലയ്ക്ക് കൂടി നാണക്കേടാകുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ മാനസിക നില, പ്രത്യേകിച്ച് ലഹരിക്ക് അടിമയായിരുന്നു, അങ്ങനെയൊരു വിഭ്രാന്തി എന്ന നിലയിലേക്കുള്ള പ്രാഥമികമായ വിലയിരുത്തലിലേക്ക് എത്തുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം അടക്കം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഫോൺ അടക്കം പരിശോധിക്കും, ഫോറൻസിക് സംഘം വിശദമായി പരിശോധിക്കുമെന്നതടക്കം. എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത്, എന്തായിരുന്നു അക്രമത്തിലേക്ക് കലാശിച്ച സാഹചര്യം, ഇങ്ങനെയെല്ലാം വിശദമായി തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരില്ലേ? അതായത് അഭിലാഷ്, ഈ ഏതെങ്കിലും തരത്തിൽ ഈ FIR-മായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ സമ്മതിച്ചു തരാൻ പോലീസ് തയ്യാറാവുന്നു. കാരണം അതല്ല യഥാർത്ഥ പ്രതിസന്ധി എന്നും. അതായത് ഈ പ്രതി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേസിന്റെ നാൾവഴികളിൽ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പ്രതി ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യം ഉള്ള ആളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പോലീസ് കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റൂറൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. റൂറൽ ക്രൈംബ്രാഞ്ച് SPക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. DYSPയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടത്തുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കൊല്ലത്ത് നിന്നുള്ള വിശദാംശങ്ങളാണ് ഷാനോസ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ VV വിനോദും ചേരുന്നുണ്ട്. വിനോദ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലായി നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇത് ഒരു കൊലപാതകം എന്ന നിലയിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഭരണകൂടങ്ങൾക്കാണ് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പ്രതിപക്ഷം അടക്കം പോകുന്ന പശ്ചാത്തലമുണ്ട്. പ്രതിക്ക് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട തരത്തിലേക്ക് തെളിവുകൾ ഉൾപ്പെടെ സമാഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ സർക്കാരിന് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറും? അഭിലാഷ്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം, അടുത്ത ദിവസം തന്നെ KPC പ്രസിഡന്റ് ഡോക്ടർ വന്ദനയുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുണ്ട്. KPCയിലെ നേതൃയോഗം കഴിഞ്ഞ ശേഷം ഒരു പക്ഷേ ഇക്കാര്യത്തിലടക്കം കൃത്യമായ ഒരു നിലപാട്, പ്രതിപക്ഷ നിലപാട് പ്രതിപക്ഷം വ്യക്തമാക്കും. അതിൽ തന്നെ കോൺഗ്രസിന്റെ നിലപാട് ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ സർക്കാരിന്റെ വീഴ്ച, അത് 2 വകുപ്പുകളെ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് കാലാകാലങ്ങളിലായി ഇങ്ങനെ ആശുപത്രിയിൽ ഡോക്ടർമാരും മറ്റ് ആശുപത്രി ജീവനക്കാരും അടക്കം ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച. 8 പോസ്റ്റുകളൊക്കെയും സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായത്. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ പോലും ഇപ്പോൾ കൃത്യമായി പോലീസിന്റെ സംവിധാനമില്ല. ഇപ്പോഴാണ് ഗൗരവമായി വീണ്ടും ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സംഘടന മുഖ്യമന്ത്രിയെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ, ഇത് നേരത്തെ തന്നെ ഉള്ള ആവശ്യങ്ങളാണ്, ഈ ആവശ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം. KGMOയും IMAയും സമരം അവസാനിപ്പിച്ച് VIP ഡ്യൂട്ടികൾ മാത്രം ഒഴിവാക്കുമെന്നാണ് ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം സർക്കാരിന്റെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ഇപ്പോഴും PG ഡോക്ടർമാരും ഹൗസ് സർജൻസും സമരം തുടരുകയാണ്. അവരുമായി PG ഡോക്ടർമാരുമായി 10 മണിയോടുകൂടി ആരോഗ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങൾ തന്നെയായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. ആരോഗ്യമന്ത്രിയുടെ വിവാദമായ പ്രസ്താവന,
അക്കാര്യത്തിൽ വിശദീകരണം വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും അങ്ങനെ ഒരു പ്രസ്താവന അനുചിതമായി എന്ന വികാരം ഇതെല്ലാം തന്നെയും സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ആശുപത്രികളിലെ സുരക്ഷ സംബന്ധിച്ചാണെങ്കിൽ പല ആശുപത്രികളിലും പോലീസിന്റെ സാന്നിധ്യമില്ല. പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പോലും പോലീസിന്റെ സാന്നിധ്യമില്ല. അവിടെയാണ് കാറ്റഗറി തിരിച്ച് ആശുപത്രികളെ പ്രത്യേകമാക്കി SI മുതൽ താഴോട്ട് ASIയും CPOമാരും അടക്കമുള്ള ആളുകളെ സ്ഥിരമായി ആശുപത്രികളിൽ വിന്യസിക്കാനുള്ള ഒരു ആലോചന നടത്തുന്നത്. ആ തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിന് ആരാണ് ഉത്തരവാദികൾ എന്ന ചോദ്യം ഇപ്പോഴും ശേഷിക്കുകയാണ്. നമ്മുടെ സംവിധാനങ്ങൾ തന്നെയാണ് ഈ പിഴവിന് കാരണം എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. പ്രതിയെ പാർപ്പിച്ചിരിക്കുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ നിരീക്ഷണ ക്യാമറ സംവിധാനമുള്ള മുറിയിൽ സന്ദീപിനെ പാർപ്പിച്ച് ഓരോ നിമിഷവും നിരീക്ഷിച്ചത് വിജയം കണ്ടുവെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. 2 രാത്രിയും 1 പകലും പിന്നിടുമ്പോൾ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന നിഗമനത്തിലെത്തിച്ചേരാൻ ഇതോടെ അന്വേഷണ സംഘത്തിനായി. വന്ദനയെ കുത്തിവീഴ്ത്തിയ ശേഷം ബഹളമുണ്ടാക്കിയതും ആദ്യ ദിവസം സെല്ലിനുള്ളിൽ അലറി വിളിച്ചതും മാനസിക പ്രശ്നം മൂലമല്ലെന്നും പോലീസ് പറയുന്നു. അതായത് കൊലപാതകം കൃത്യമായ ബോധ്യത്തോടെയായിരുന്നു എന്ന ആദ്യവാദം കൂടുതൽ ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതി വാർഡന്മാരോട് സംസാരിക്കുകയും കുടുംബ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2 ദിവസത്തിനുള്ളിൽ സന്ദീപിനെ കൗൺസിലിംഗിന് വിധേയനാക്കാനാണ് തീരുമാനം. പ്രതി സഹകരിക്കുമെന്ന് ഉറപ്പായാൽ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഭക്ഷണം കഴിച്ചു തുടങ്ങിയതോടെ പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതും അന്വേഷണ സംഘത്തിന് ആശ്വാസമാണ്. സന്ദീപ് മാരക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായി ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. മദ്യം മാത്രമാണ് ലഹരിക്കായി പ്രതി ഉപയോഗിച്ചിരുന്നത്. മദ്യാസക്തി കുറയ്ക്കാൻ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് അന്തർദേശീയ നഴ്സസ് ദിനം. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അതിക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണത്തെ ദിനാചരണം. കഴിഞ്ഞൊരു വർഷം മാത്രം കേരളത്തിൽ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്കിരയായത് 118 ആരോഗ്യ പ്രവർത്തകരാണ്. ജീവൻ രക്ഷിക്കാൻ പാടുപെടുന്നവരുടെ ജീവനെടുക്കുന്ന സാഹചര്യം കൂടുതൽ വഷളായതേയുള്ളൂ. ഇപ്പോൾ ചികിത്സക്കെത്തുന്നവരുടെ ബന്ധുക്കളോ ചിലപ്പോൾ രോഗി തന്നെയോ എപ്പോൾ വേണമെങ്കിലും പ്രകോപിതരായി ആക്രമണം അഴിച്ചുവിടാം. സാംക്രമിക രോഗങ്ങളടക്കം ഗുരുതര രോഗമുള്ളവരെ വരെ വേണ്ടത്ര സുരക്ഷയില്ലാതെ പരിശോധിക്കുകയും പരിചരിക്കുകയും ചെയ്യേണ്ടി വരുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരടക്കം എത്ര ആരോഗ്യ പ്രവർത്തകരാണ് കോവിഡ് കാലത്ത് ജോലിക്കിടെ രോഗബാധിതരായത്? എത്ര പേർക്കാണ് ജീവൻ നഷ്ടമായത്? രോഗികളെ പരിചരിക്കുന്നതിനിടെ നിപ്പ വൈറസ് ബാധിച്ച് ജീവൻ നഷ്ടമായ സിസ്റ്റർ ലിനി വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. ലോകമെങ്ങും തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി സമയം നിജപ്പെടുത്തി കാലമേറെ കഴിഞ്ഞിട്ടും 12 മണിക്കൂറിലേറെ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് നഴ്സുമാർ. എന്നിട്ടും മാന്യമായ വേതനത്തിനായി എത്ര സമരങ്ങളാണ് നടന്നത്? ഭൂമിയിലെ മാലാഖമാർക്ക് നാം എത്രമാത്രം പരിഗണന നൽകുന്നുണ്ട്? മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടുക്കി കമ്പംമെട്ടിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ അതിഥി തൊഴിലാളികളാണ് നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ്. ദമ്പതികളെന്ന വ്യാജേന താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മധ്യപ്രദേശ് സ്വദേശികളായ സാധുറാം, മാലതി എന്നിവർ ആണ് പിടിയിലായത്. വിവരങ്ങളുമായി പ്രിൻസ് ചേരുന്നുണ്ട്. പ്രിൻസ്, നേരത്തെ തന്നെ ഈ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. സ്വാഭാവികമായ മരണം എന്ന നിരീക്ഷണത്തിലായിരുന്നു പ്രാഥമികമായ വിവരങ്ങൾ. ഇപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? ഇടുക്കി കമ്പംമെട്ടിൽ നവജാത ശിശുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിഥി തൊഴിലാളികൾ ആണ് കൊലപാതകം നിർവഹിച്ചത്. സാധുറാം, മാലതി എന്നിവർ ആണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർ മധ്യപ്രദേശ് സ്വദേശികളാണ്. വിവാഹിതർ എന്ന വ്യാജേനയാണ് ഇവർ പ്രദേശത്ത് താമസിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുണ്ടായതിനു ശേഷം ഈ മരണം പ്രദേശവാസികൾ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്വാഭാവികമായ മരണം എന്ന നിലയിൽ ആയിരുന്നു നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് അത് കൊലപാതകമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. കുട്ടിയെ കഴുത്ത് ഞെരിച്ച്
കൊല ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. പ്രിൻസ് ചേരുന്നുണ്ട്. പ്രിൻസ്, എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് കമ്പംമേട്ടിലെ ഒരു വീട്ടിനുള്ളിൽ ചേർന്ന കുഞ്ഞിന്റെ നവജാത മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഈ വീട്ടില് ഈ സാധുറാം മാരി തുടങ്ങിയ എന്നീ അന്യസംസ്ഥാന തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. ഇവർ ദമ്പതികളെന്ന വ്യാജേനയാണ് ഇവർ താമസിച്ചിരുന്നത്. ഇവർക്ക് കുട്ടി ജനിക്കുകയും ദുരഭിമാനം മൂലം കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പോലീസാണ് അറിയിച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുൻപ് കുട്ടി ജനിച്ചതിനാൽ ഇവരുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ അകലേണ്ടി വരും എന്നൊരു കാരണം മൂലം ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയാണെന്നാണ് ഇപ്പോൾ പോലീസിനോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇരുവരെയും കമ്പംമേട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. അഭിലാഷ്, വിശദാംശങ്ങളാണ് പ്രിൻസ് നൽകിയത്. കണ്ണൂർ മെരുവമ്പായിയിൽ വാഹനാപകടത്തിൽ 2 മരണം. ഉരുവച്ചാൽ സ്വദേശികളായ അരവിന്ദാക്ഷൻ, ചെറുമകൻ ഷാരൂൺ എന്നിവരാണ് മരിച്ചത്. കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം. 3 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോഖ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി. വീണ്ടും ശക്തി പ്രാപിച്ച മണിക്കൂറിൽ 175 കിലോമീറ്റർ വരെ വേഗതയിൽ ബംഗ്ലാദേശ് മ്യാൻമാർ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിച്ചേക്കും. കേരളത്തിൽ ഇന്നുകൂടി മഴ തുടരാൻ സാധ്യതയുണ്ട്. 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. എന്നാൽ കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടകയുടെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളിലും മുൻതൂക്കം ലഭിച്ച കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം BJPയും ഉറ്റുനോക്കുന്നു. 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകം BJPക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായതിനാൽ കർണാടകം തൂത്തുവരുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. കോൺഗ്രസ് ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ മധ്യ കർണാടകയിൽ ഫലം കണ്ടിട്ടുണ്ട് എന്ന് നേതൃത്വം കരുതുന്നു. ഓൾഡ് മൈസൂർ മേഖലയിൽപ്പെട്ട ചിക്കബെല്ലാപുരയിലും രാമനഗരിയിലുമൊക്കെ 85% പോളിംഗ് രേഖപ്പെടുത്തിയതും കാറ്റ് അനുകൂലമായതിന്റെ സൂചനയാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. 40% കമ്മീഷൻ ആരോപണ കാർഡ് മിഡിൽ ക്ലാസ് വോട്ടർമാർക്കിടയിൽ ഒരു പരിധിവരെ ഏറ്റിട്ടുണ്ട്. 90ഓളം മണ്ഡലങ്ങളുടെ ഫലത്തെ സ്വാധീനിക്കുന്ന നഗരപ്രദേശങ്ങളിലെ മധ്യവർഗ വോട്ടർമാർ ആർക്കൊപ്പം നിന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. ന്യൂനപക്ഷം, OBC, SC/ST എന്നീ വിഭാഗങ്ങളുടെ വോട്ടുകൾ കൂടുതലും കോൺഗ്രസിന് അനുകൂലമാണെന്നാണ് സർവേ ഫലങ്ങൾ. ഭരണം ലഭിച്ചാൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനം അധികാര കാലയളവിൽ പങ്കിടുന്നതിനെക്കുറിച്ച് ധാരണയായിട്ടുണ്ട് എന്നാണ് സൂചന. അതേസമയം കേവല ഭൂരിപക്ഷം മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ആശങ്കകൾക്ക് വഴിവെക്കും. കേവല ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു കോൺഗ്രസ് സർക്കാർ യാഥാർത്ഥ്യമാകണമെന്നില്ല. ഇനി യാഥാർത്ഥ്യമായാൽ തന്നെ അതിന് അധികം ആയുസ്സുമുണ്ടാകില്ല. BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ ചെറുക്കാനുള്ള സജീവ ആലോചനകളാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കുന്നത്. ബംഗളൂരുവിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം മനു ഭരത്, ന്യൂസ് 18. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമല്ലെങ്കിലും കർണാടകയിൽ അധികാരം നിലനിർത്താൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ JDSയുമായുള്ള സഖ്യസാധ്യതകൾ പ്രയോജനപ്പെടുത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. I'll give just one example. Last time, all the exit polls predicted 107 to Congress and 80 to BJP. It went the exact opposite. We got 104 and they got 80. That itself speaks. കർണാടക തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് പോളിംഗ് അനുകൂല ഘടകമാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 72% പോളിംഗ് രേഖപ്പെടുത്തിയ 2018-ൽ BJPക്കാണ് മേൽക്കൈ ലഭിച്ചത്. അതിനേക്കാൾ വോട്ടിംഗ് ശതമാനം ഇത്തവണ വർദ്ധിച്ചത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുവെന്നാണ് BJP നിലപാട്. 58,545 പോളിംഗ് ബൂത്തുകളിൽ 35,000 ഇടത്ത് വ്യക്തമായ മേൽക്കൈയാണ് താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകർ നൽകുന്ന കണക്ക്. അത് വാസ്തവമെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും BJP. एग्जिट पोल का हम गलत साबित करेंगे क्योंकि हमारा कार्यकर्ताओं ने बूथ में काम किया. वो बता रहे हैं हमारा बूथ हम जीतेंगे. ऐसे हर क्षेत्र में हमको आगे बढ़ने को उम्मीद है. 120 से ज़्यादा क्षेत्र में हम आगे हैं. ऐसा हमारा आंकड़ है. जरूर हम जीतेंगे. ജഗദീഷ് ഷട്ടാറും ലക്ഷ്മൺ സവാദിയും പാർട്ടി വിട്ടതുകൊണ്ട് ലിംഗായത്ത് സമുദായത്തിന്റെ പിന്തുണ നഷ്ടമായിട്ടില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ.
പക്ഷേ ഒക്കലിംഗ സമുദായത്തിനിടയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ BJPക്കായിട്ടില്ല എന്നും വ്യക്തമാകുന്നു. ജനതാദളിന്റെ വോട്ട് ബേസിൽ വിള്ളലുണ്ടാക്കാനോ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനോ പാർട്ടിക്കായിട്ടില്ല. ഈ വിഷയങ്ങൾ പരിഗണിച്ച് വരും നാളുകളിൽ നയപരമായ തിരുത്തലിനും BJP പദ്ധതിയിടുന്നു. 22 സീറ്റുകൾ JDS നേടുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് JDSനെ ഒപ്പം കൂട്ടുന്നത് ഗുണകരമാകുമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ തിരിച്ചടി നേരിട്ടാൽ ദക്ഷിണേന്ത്യയിൽ അടിത്തറയിളകി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സർക്കാർ ഒഴിവാക്കാൻ BJP എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകും. ബംഗളൂരുവിലെ BJP ആസ്ഥാനത്ത് നിന്ന് ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം മനു ഭരത്, ന്യൂസ് 18. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ നീതിക്കായി വീണ്ടും സമരത്തിനൊരുങ്ങി ഹർഷിന. കോൺഗ്രസ് പിന്തുണയോടെ മെയ് 22 മുതലാണ് സമരം. 2022 സെപ്റ്റംബർ 17 ഹർഷിനയ്ക്ക് കടുത്ത വയറുവേദനയെ തുടർന്ന് പരിശോധിച്ചപ്പോൾ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക അകപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹർഷിന പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു. ശസ്ത്രക്രിയയ്ക്കിടെ ഉപകരണം വയറ്റിൽ കുടുങ്ങിയെന്നാണ് ഹർഷിനയുടെ പരാതി. ആരോഗ്യമന്ത്രി നിയോഗിച്ച 2 അന്വേഷണ സമിതികളും മെഡിക്കൽ കോളേജിൽ നിന്ന് കത്രിക വയറ്റിൽ കുടുങ്ങിയെന്ന് കണ്ടെത്താനായില്ലെന്നാണ് റിപ്പോർട്ട് നൽകിയത്. ആഭ്യന്തര അന്വേഷണ സമിതിയെ വിശദ അന്വേഷണത്തിന് നിയോഗിക്കുമെന്ന് പറഞ്ഞെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. മെഡിക്കൽ കോളേജിന് മുമ്പിൽ 7 ദിവസത്തോളം ഹർഷിന സമരം നടത്തിയെങ്കിലും മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിനെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. മന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെടാതെ വന്നതോടെ ഈ മാസം 22 മുതൽ ഹർഷിന മെഡിക്കൽ കോളേജിന് മുമ്പിൽ വീണ്ടും സമരം തുടരും. കോൺഗ്രസ് പിന്തുണയോടെയാണ് സമരം. വിജയം കിട്ടുന്നതുവരെ, നീതി എവിടെ കിട്ടുമോ അതുവരെ ശക്തമായിട്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇനി ഒരു സ്ത്രീക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത്, അത് തന്നെയാണ് നമ്മളെ ഈ ഒരു സമരത്തിന്റെ ലക്ഷ്യം കൂടി. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ഹർഷിനയുടെ ആവശ്യം. കുറ്റക്കാർക്കെതിരെ നടപടിയും ഉണ്ടാവണം. ഹർഷിനയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്.